ഹായ് മക്കൾസ്, അപ്പോൾ നമ്മുടെ +2 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയായിരിക്കില്ലേ. വെക്കേഷൻ ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഈ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ട് പഠിച്ചാൽ പോരെ, ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ പഠിച്ചാൽ പോരെ എന്നൊക്കെ വിചാരിക്കും. മക്കളെ, കഴിഞ്ഞ വർഷത്തെ കുട്ടികളോട് ചോദിച്ചാൽ മതി. ഇനിയിപ്പോൾ അതൊന്നും ചോദിക്കണ്ട, നിങ്ങളുടെ +1 നിങ്ങളുടെ ഒരു പെർഫോമൻസിനെ നോക്കണം, അവസാനത്തേക്ക് മാറ്റി വെക്കാമെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ എന്താ സംഭവിച്ചതെന്നൊക്കെ ഒരു ഐഡിയ ഇട്ടുണ്ടാവില്ലേ. എന്നാൽ +1 പാതി മടങ്ങ് ഒരുപാട് പഠിക്കാനുള്ളതാണ് +2, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസ്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട്. +1 ഒരു 5 ചാപ്റ്റർ വെച്ചാൽ എങ്ങനെയാണോ അതാണ് ഒരു ചാപ്റ്റർ +2 ആ ഒരു കണ്ടന്റ് നമുക്ക് പഠിക്കാനുണ്ട്. +1 നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റും. ഇതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ചാപ്റ്റർ ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് നോക്കി നോക്കാം കേട്ടോ. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ഡീറ്റെയിൽസ്? ഒന്ന്, ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. ഒരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ മക്കളെ, വേൾഡ് പൊളിറ്റിക്സ് ആണ് മുഴുവൻ പഠിക്കുന്നത്. അപ്പോൾ ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇയർ ഓഫ് വൺ പാർട്ടി ഡോമിനൻസി. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ചാപ്റ്റർ പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ്, ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻസ്, ചലഞ്ചസ് ഓഫ് റിസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം, ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ. പിന്നെ അതുപോലെ തന്നെ റൈസ് ഓഫ്, ഇവിടുന്ന് കുറച്ച് ചാപ്റ്റർ കുറച്ചും കൂടി ഈസിയാണ്. റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ് 7ാമത്തെ ചാപ്റ്റർ ആണ്. പിന്നെ റീജിയണൽ ആസ്പിറേഷൻ, അവിടുന്നാണ് എസ് എ ക്വസ്റ്റ്യൻ അടക്കം വരാറുള്ളത്. പിന്നെ റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, 4 മാർക്കും എസ്സേയും ചോദിക്കാറുണ്ട്. പിന്നെ കോൾഡ് വാർ ഇറ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഫുൾ ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കി നമുക്ക് നോക്കുന്നതിന് മുമ്പ് തന്നെ മക്കളെ, നിങ്ങളോട് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തേ മതിയാകുമെന്ന് ഞാൻ വാശി പിടിച്ച് പറയും. കാരണം ഒന്നും കൂടി പറയുക, നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നിങ്ങളെ പഠിപ്പിച്ചു തുടങ്ങണം. സ്റ്റാർട്ടിങ് മുതൽ തന്നെ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കണം, മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമുക്ക് 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സംഭവം ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം നമുക്കൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും? 10ാം ക്ലാസ്സിൽ ഞങ്ങൾക്കൊരു ഊർജ്ജം ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ +1 +2 കിട്ടുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ 10ാം ക്ലാസ് എങ്ങനെയാണ് നിങ്ങളെ കൊണ്ടുപോയത്, അതിനേക്കാളും അടിപൊളിയായിട്ട് നമ്മൾ കൊണ്ടുപോകും. കാരണം നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും. മെൻറ്റർ നിങ്ങളെ വിളിച്ച് ചോദിക്കോടാ, എന്താ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സഹദ് നീ പഠിക്കാത്തത് എന്താണ് സംഭവം? അപ്പോൾ നമ്മളെ പ്രയാസങ്ങൾ പറയും, എനിക്കൊരു മൂഡ് വരുന്നില്ല. അപ്പോൾ അതിന് മോട്ടിവേറ്റ് ചെയ്ത് തരാൻ പറ്റിയ അത്രയും കിടിലനായിട്ടുള്ള മെൻറ്റർമാരാണ് നമ്മളെ കൂടാതെ. പിന്നെ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ചാപ്റ്ററിലെയും അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് ചെയ്യേണ്ട മക്കൾ, കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ മക്കൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പോയിട്ട് ജോയിൻ ചെയ്തോളൂ, ഒരു മടിയും വിചാരിക്കേണ്ട. ഒരു വർഷത്തിനാണ് നമ്മൾ 5499 രൂപ. മാത്രമല്ല ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ക്ലാസ്സും ഇതോടുകൂടി കിട്ടുന്നുണ്ട്, ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ മറക്കരുത്, കമൻറ്റ് ബോക്സിൽ പോയിക്കോ. ഇനി ബാക്കി ചാപ്റ്ററും കൂടി നോക്കാം. ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി, പിന്നെ ഇരുധ്രുവ ലോകത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ US ഹെജമണി ഇൻ വേൾഡ് പൊളിറ്റിക്സ്, അൾട്ടർനേറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് പവർ. പിന്നെ അതുപോലെ തന്നെ കണ്ടംപററി സൗത്ത് ഏഷ്യ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, സെക്യൂരിറ്റി ഇൻ ദി കണ്ടംപററി വേൾഡ്, എൻവയോൺമെൻറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സ്, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ഇത്ര ചാപ്റ്ററാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. ഏകദേശം 19 ചാപ്റ്ററോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ മക്കളെ മറക്കാതെ, പൊളിറ്റിക്സ് അത്യാവശ്യം പഠിക്കാനുണ്ട്. സിമ്പിളാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പറ്റുമെങ്കിൽ നിങ്ങൾ സൂപ്പർ ബാച്ചിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോ. ഒരിക്കലും നിങ്ങൾക്കിതൊരു ഭാവില്ല എന്ന് തുടക്കം മുതലേ പറയുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജനുവരി മാസമൊക്കെ ആകുമ്പോൾ, സാർ ഇതൊന്ന് പറഞ്ഞു തരുമെന്നൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരും, പക്ഷേ സാർ ഇതൊന്നും മനസ്സിലാവണില്ലല്ലോ, ഇത് എപ്പോഴാണ് പഠിച്ചു തീർക്കാമെന്നൊക്കെ തോന്നുമ്പോൾ ഇപ്പോഴത്തെ ഈ വാക്ക് നിങ്ങൾ കേട്ടോ, ഇത് നിങ്ങൾക്ക് വലിയൊരു റിഗ്രറ്റ് ആയിരിക്കും, വലിയൊരു നഷ്ടമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ഹ്യൂമാനിറ്റീസ് മക്കളെ, നിങ്ങളെ കൂടെ ആരും ട്യൂഷൻ തരാൻ എവിടെയും ഉണ്ടാവില്ല. നിങ്ങൾ +2 എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഫുൾ കളികളും ചിരികളൊക്കെ കൂടും. അതിൻ്റെ ഇടയിൽ ഇത് മറന്നു പോകരുത്, തോറ്റു പോകരുത് മക്കളെ. വീണ്ടും നമ്മൾ സെറ്റാക്കിയിരിക്കും. അപ്പോൾ ഇതാണ് പൊളിറ്റിക്സിൻ്റെ നമ്മുടെ ചാപ്റ്റർ ഡീറ്റെയിൽസ്. ഈ വർഷം നമുക്ക് പൊളിക്കണം, സെറ്റാക്കണം, കളറാക്കണം. A+ ഫുൾ മാർക്ക് നമ്മുടെ വിട്ട് പോകാൻ പാടില്ല. അടിപൊളിയാക്കണം. താങ്ക്